ഡോക്ടറെ, ഈ റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് എന്താണ്? റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ ഒരു സർജൻ റോബോട്ടിന്റെ സഹായത്തോടു കൂടി ഒരു പേഷ്യന്റ് സർജറി നടത്തും. ഇതിൽ ഡോക്ടറിന്റെ പങ്ക് എന്തൊക്കെയാണ്? റോബോട്ടിക് സർജറിയിൽ 3 പാർട്സ് ആണുള്ളത്, അതായത് 3 ഡിവിഷനായിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് കൺസോൾ ആണ്. ഇതിൽ സർജറി ചെയ്യുന്ന ഡോക്ടർ ഒരു കൺസോളിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് കാർട്ട് സൈഡ് എന്ന് പറയും, അത് പേഷ്യൻറ്റിൻ്റെ സൈഡ്. അവിടെ അതിൻ്റെ അടുത്ത് അസിസ്റ്റൻറ്റ് ഡോക്ടേഴ്സ് നിൽക്കും. അതല്ലാതെ തന്നെ 4 റോബോട്ടിക് ആംസ് കാണും. ഈ ആംസിലോടുകൂടി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ചെറിയ മുറിവുകളിൽ പേഷ്യൻ്റെ ശരീരഭാഗത്തിലോട്ട് കടത്തി സർജറി ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഡെഫിനിഷൻ 3D വിഷ്വൽ സിസ്റ്റമാണ്, സീറോസ്കോപ്പിക് വിഷ്വൽ സിസ്റ്റം. അതായത് ഈ ക്യാമറയും ഒരു റോബോട്ടിൻ്റെ ഒരു ഹാൻഡിലോട് കൂടി ക്യാമറ അകത്ത് ചെല്ലുന്നു, ബാക്കി 3 ഹാൻഡ്സിലോട് കൂടി ഇൻസ്ട്രുമെൻറ്റ്സ് ചെല്ലുന്നു. ഈ ക്യാമറയിൽ കൂടെ രോഗിയുടെ ഇപ്പോൾ വയറിൻ്റെ അകത്താണ് ശസ്ത്രക്രിയ, യൂട്രസിലാണെങ്കിൽ യൂട്രസ് നമുക്ക് വലുതായി 10 മടങ്ങ് വലിപ്പത്തിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ട് കൺസോളിലിരിക്കുന്ന ഡോക്ടർ അവരുടെ കൈയും കാലും ചലിപ്പിച്ചുകൊണ്ട് സർജറി ചെയ്യും. ഇതാണ് റോബോട്ടിക് സർജറി.